മനുഷ്യരെ കുറച്ചുകൂടെ മനസ്സിലാക്കി അവിടെ ഹൃദയത്തിലേക്ക് കൊള്ളുന്ന ചില സമ്മാനങ്ങൾ കൊടുക്കാൻ അതിന് പക്ഷേ പോയി ഇരുന്നാൽ മതി. ചിലരുടെ അടുക്ക് നമ്മൾ പോയി ഇരിക്കുന്നതാണ് സമയം. പ്രായമായവരുടെ അടുക്കലൊക്കെ ഈ ക്രിസ്മസ് കാലഘട്ടത്തൊന്നും പോയി ഇരിക്കാൻ കഴിയട്ടെ. അവരൊക്കെ ഇങ്ങനെ കിടക്കാണ്. ആ കിടപ്പിലാകുന്നവർക്ക് ഏറ്റവും വലിയ സന്തോഷം കൊടുക്കുന്നത് മറ്റൊന്നല്ല, അവിടെ പോയി ഇരിക്കുമ്പോഴാണ്. പിന്നെ സമയം കൊടുക്കാൻ ചിലരുടെ അടുക്കൽ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആരും ആരോടും മിണ്ടാനില്ല, ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നവരാ. അവിടെ പോയി ഒരു 10 മിനിറ്റ് വർത്താനം പറയാൻ ക്രിസ്മസ് കഴിയട്ടെ. ഒരു വീട്ടിലും ആരുമില്ലാത്തൊരു വീട്ടിൽ ഒരു കേക്കുമായിട്ട് പോകാൻ. കേക്ക് സംസ്കാരമൊക്കെ എന്താ? കേക്കിന്റെ ആറാട്ട് നടത്താനല്ല, കേക്കുള്ള വീട്ടിലല്ല, കേക്ക് ഇല്ലാത്തൊരു വീട്ടില്, ആരും കേക്ക് കൊടുക്കാനില്ലാത്തൊരു വീട്ടിൽ ക്രിസ്മസിന് ഒരു കേക്കുമായിട്ട് പോയാൽ കർത്താവ് പറയും ഇതാണ് ക്രിസ്മസ്. കേക്കില്ലാത്ത വീട്ടിൽ, ആ കേക്കില്ലാത്ത വീട്ടിലെ കുഞ്ഞിന് ഒരു ഉടുപ്പ് ക്രിസ്മസിന് മേടിച്ചു കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കണ്ണൊക്കെ തിളങ്ങും. അവരൊരിക്കലും മറക്കില്ല. ക്രിസ്മസ് അർത്ഥവത്താക്കാം. എന്നിട്ടോ പോയ വഴിയെ ഒന്ന് മാറി നടക്കാം. ആഘോഷങ്ങളുടെയൊക്കെ ലോകത്തുനിന്ന് ആർക്കും ഒരു സമ്മാനത്തിന്റെ ദിവസങ്ങളായി ക്രിസ്മസ് മാറ്റുമോ? ഞാൻ ചിന്തിക്കുന്നു ഈ സന്ദേശം എവിടെങ്കിലും ചെല്ലും. അടുത്ത വീട്ടിലെ ആ കുട്ടിക്ക് ക്രിസ്മസിന് ഒരു കേക്ക്, ഒരു ഉടുപ്പ്, അതല്ലേ സമ്മാനം, അതല്ലേ ക്രിസ്മസ്.